ഞാൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. എങ്കിലും ഒരു ഗതാഗത മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കണം. കാരണം ഒരു ടൂറിസം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രാകേഷ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. മാത്രമല്ല, എന്നോട് പരിചയപ്പെടുമ്പോഴേ രാകേഷ് പറഞ്ഞു ഞാൻ സോണിയച്ചൻ്റെ ആളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. എങ്കിലും ഇതൊരു നല്ല മുഹൂർത്തമാണ്. നമ്മളിപ്പോൾ ഈയിടെയായി നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത് വാഹനങ്ങൾ ഓടുമ്പോൾ തീ പിടിക്കുന്നു എന്നൊരു വിഷയമാണ്. നമ്മുടെ പഴയ വാഹനങ്ങൾ പലതും ഇപ്പോൾ ശബരിമലയ്ക്ക് ഓടിയ KSRTC ബസ്സിന് 2 ബസ്സിന് തീ പിടിച്ചു. പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞത് നമുക്ക് വളരെ ഉപകാരമായി. പക്ഷേ ഇവിടെ പുതിയ വോൾവോ ബസ്സിനകത്ത് ഫാബ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് പിടിപ്പിച്ചാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് അലാം ചെയ്യുന്നതോടൊപ്പം അത് അണയ്ക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണെന്നാണ് രാകേഷ് എനിക്ക് പറഞ്ഞത്. ഞാൻ വിശദമായി അതിലേക്ക് കടന്നില്ല. വളരെ നല്ല അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വളരെ നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് ടൂറിസം രംഗത്തൊരു വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ കോവിഡിന് ശേഷം, കോവിഡിൻ്റെ സമയത്ത് ബസ്സുകൾ പലതും നശിച്ചു, സ്ഥാപനങ്ങൾ, ധാരാളം റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയി. എങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഒരു ഉണർവിലാണ് ടൂറിസം രംഗം. പ്രത്യേകിച്ച് നമ്മളുടെ ഡൊമസ്റ്റിക് ടൂറിസം. ഇപ്പം നമ്മൾ ശംഖുമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞായറാഴ്ച ദിവസം ഭയങ്കര ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും നല്ല ആളാണ്. ഒരു 2 ദിവസം അവധി ഒരുമിച്ചുണ്ട് എന്നറിഞ്ഞാൽ എല്ലാവരും വാഹനമെടുത്ത്, സ്വന്തം വാഹനം അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ട് വാഗമൺ, മറ്റെല്ലാ സ്ഥലങ്ങളിലും, ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തങ്കശ്ശേരി, കടപ്പുറത്ത് എല്ലാ ദിവസവും വലിയ തിരക്കാണ്. കാരണം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തു പോകാൻ, വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ, ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒരു കടൽ തീരത്തിരുന്ന് ആസ്വദിക്കാൻ, പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ തയ്യാറാവുന്നു. എനിക്കൊന്ന് ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ആളുകളെ കണ്ടുകൊണ്ടിരുന്നവർ പലരും പൂന്താനം പറയുന്ന പോലെ കണ്ടിരുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തിയെന്ന് ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, വളരെ ചെറുപ്പക്കാർ അവിചാരിതമായി നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഈ കൂട്ടി വെച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും, നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാലും വലിയ തിരക്കാണ്. അപ്പോൾ അവിടെ എത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് KSRTC അതിൻ്റെ സംവിധാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ രാകേഷ് തുടങ്ങുന്ന ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വത്തോടെ, കൃത്യതയോടെ നമ്മളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് വളരെ അത്യാവശ്യമായി കേരളത്തിലുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 12 മീറ്ററുള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ മൾട്ടി ആക്സിലുള്ള വണ്ടിയൊന്നും ഒരു ടൂറിസ്റ്റ് ആവശ്യത്തിന് ഓടിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ രാകേഷ് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തന്നെയാണ് എടുത്തത്. വോൾവോ കമ്പനി ആണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് 20 വർഷം, 22 വർഷം. ഞാൻ 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കും. അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വോൾവോ ബസ് വാങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായി. അന്ന് 2 വണ്ടി നമ്മൾ വാങ്ങിച്ചു. അന്നൊരു വണ്ടിക്ക് 45 ലക്ഷം രൂപയായിരുന്ന വിലയെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എത്രയാണെന്നറിയില്ല, ഇപ്പോൾ കോടിക്ക് മേളിലാണ്. പക്ഷേ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട്. ഇവിടെ വോൾവോ ഇന്നും മാർക്കറ്റിൽ. പക്ഷേ വേറെ ചില വാഹനങ്ങൾ ഇടയ്ക്ക് വന്നു. അവയൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല. നമുക്ക് KSRTCക്ക് അടക്കം അതിൻ്റെ പാർട്സ് കിട്ടാനില്ല. കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല കമ്പനികളും. വോൾവോ മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ രാകേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടെന്ന് നാളെ മുതൽ എന്നെ കൊല്ലാൻ നടക്കണ്ട. രാകേഷ് പറഞ്ഞത് ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. 2019 കോവിഡ് കാലഘട്ടം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മേഖലയാണ് ട്രാൻസ്പോർട്ട് രംഗം. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് ട്രാൻസ്പോർട്ട്. ശരിക്കും വാഹനം വാങ്ങുന്നത് മുതൽ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റോഡ് ടാക്സ് മുതൽ, ഇൻഷുറൻസ് മുതൽ, സ്പെയർ പാർട്സ് മുതൽ, ഡീസൽ അടിക്കുന്നത് മുതൽ, ടയർ ആൻഡ് വെയർ, എല്ലാ മേഖലകളിലും ഒരു ചെയിന് പോലെ സർക്കാരിന് വരുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി. ശരിക്കും കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. എനിക്ക് 10-26 ബസ് കോവിഡിന് മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ പല ബസ്സുകളും കിടന്ന് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് നിന്നാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വളരെ ഒരു ടീം വർക്കിൻ്റെ പുറത്ത് നമ്മൾ മുന്നേറി തിരികെ വന്നത്. 2023 ഞാനൊരു വാഹനത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒരു പുതിയ വാഹനം ഇറക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായ പല ബസ് നിർമ്മാതാക്കളെയും ബസ് കമ്പനികളെയും പോയി കണ്ടിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ വോൾവോയുടെ 9600 എന്ന് പറയുന്ന മോഡലാണ്. ഇത് BS6 ആയതുകൊണ്ടാണ് ഇതിന് 96 എന്ന് വരുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡൽ BS4 ആണ്. അതുകൊണ്ട് അതിൻ്റെ മോഡലിൻ്റെ പേര് 9400 എന്നാണ്. അപ്പോൾ ഈ 9600 എടുക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് FAPPS സിസ്റ്റമാണ്, ഫയർ അലാം പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസം മുമ്പ് ബാംഗ്ലൂരിൽ കിടന്നിരുന്ന 10 വോൾവോ ബസ്സുകൾ ഒന്നിച്ച് കത്തിപ്പോയിരുന്നു. കാരണം ഇട്ടിരുന്ന ഒരു ബസ് ആദ്യം തീ പിടിച്ചു, ആ ബസ്സിൽ നിന്ന് തീ മറ്റ് ബസ്സുകളിലേക്ക് പടർന്നിരുന്നു. അപ്പോൾ അവർ ഇങ്ങനൊരു സിസ്റ്റം കണ്ടുപിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരികയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം, ഈ വണ്ടി ഇറങ്ങുന്നത് ഈ സിസ്റ്റത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു സേഫ്റ്റി സിസ്റ്റം ഈ സേഫ്റ്റിയാണ്. അങ്ങനെ ഞാൻ ഈ വോൾവോ ഈ 9600 ആണ് ബുക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിലും അല്ലെങ്കിൽ ഹോട്ടലിലും ഒക്കെ കാണുന്ന ഒരു തീ പിടിക്കാത്തൊരു സംവിധാനമുണ്ടല്ലോ, ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ആ ഫയർ പ്രൊട്ടക്ഷനെ ഒരു ബസ്സിനകത്ത് എങ്ങനെ ക്രമീകരിക്കാം എന്ന് ഉള്ള ഒരു ആധുനിക ഒരു സാങ്കേതികവിദ്യ ഒരു സ്വീഡനിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഈ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പുറകുവശം മുതൽ മുൻവശം ഇരിക്കുന്ന എല്ലാ പാസഞ്ചേഴ്സിനും എല്ലാ സീറ്റിലും ആ സമയത്ത് അലാം കേൾക്കാനും അപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ലിക്വിഡും മറ്റ് സംവിധാനങ്ങളും വന്ന് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുമുള്ള ഏറ്റവും ആധുനികമായ സംവിധാനമുള്ള മോഡലാണ്. കാരണം ഈ വാഹനത്തിൻ്റെ വില തന്നെ 1,65,00,000 ആയി ഈ വാഹനം നിരത്തിൽ ഇറങ്ങി വന്നപ്പോൾ. അത്രയ്ക്ക് വളരെ അഡ്വാൻറ്റേജിലാണ്. അതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനമാണെങ്കിലും മറ്റ് സേഫ്റ്റി സംവിധാനങ്ങളാണെങ്കിലും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ആധുനികമായ ഒരു ബസ്സാണ് നമ്മളിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയും ഇതുപോലെയുള്ള വാഹനങ്ങൾ കേരളത്തിൽ വരണം. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പല സംരംഭകരും ഈ മേഖലയിലേക്ക് വരണമെന്നാണ് ഞാൻ ആശിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.